ഇന്ത്യയിലെ നിരത്തുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഇരുചക്ര വാഹനമാണ് ഹോണ്ട ആക്ടിവ. ആക്ടിവ എന്ന പേര് കേൾക്കാത്തവർ ഇന്ത്യയിൽ ഉണ്ടാകില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന ബ്രാൻഡുകളിൽ ഒന്നാണിത്. ഇതുവരെ 3 കോടിയിലധികം ആക്ടിവ സ്കൂട്ടറുകൾ രാജ്യത്ത് വിറ്റുപോയിട്ടുണ്ട്. റോഡിലൊന്ന് നോക്കിയാൽ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിരവധി ആക്ടിവകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ വലിയ വിജയത്തിന് പിന്നിൽ വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട്. ഒരു കാലത്ത് ബജാജ് ചേതക് മാത്രം അടക്കി ഭരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അവിടെ ഹോണ്ട ആക്ടിവ എങ്ങനെ ഒന്നാമതെത്തി എന്നത് വലിയൊരു കഥയാണ്. സ്കൂട്ടറുകൾ സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാണ് എന്ന പഴയ ചിന്ത ആക്ടിവ തിരുത്തിക്കുറിച്ചു. ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഓടിക്കാൻ കഴിയുന്ന ഒരു വാഹനമായി ഇത് മാറി. പ്രായഭേദമന്യേ എല്ലാവരും ആക്ടിവയെ സ്നേഹിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ആക്ടിവ വലിയ തരംഗമായി മാറി. ഈ വലിയ വിജയത്തിന്റെ കഥ നമുക്ക് പരിശോധിക്കാം. 1970കളിലെയും 80കളിലെയും കാലഘട്ടം വാഹന ലോകത്ത് വളരെ വ്യത്യസ്തമായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിൽ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ബജാജ് ചേതക് മാത്രമായിരുന്നു. ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബവാഹനമായിരുന്നു അത്. ബജാജ് ചേതക്കിന് അന്ന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. കയ്യിൽ പണം കൊടുത്താൽ അന്നുടൻ വാഹനം കിട്ടുമായിരുന്നില്ല. വാഹനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5-6 വർഷം വരെ കാത്തിരിക്കണമായിരുന്നു. അത്ര വലിയ ജനപ്രീതിയാണ് ഈ സ്കൂട്ടറിന് അന്നുണ്ടായിരുന്നത്. ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ഇതിൽ വളരെ സുഖമായി യാത്ര ചെയ്യാമായിരുന്നു. മികച്ച മൈലേജും ഈ വാഹനത്തിന്റെ പ്രധാന പ്രത്യേകതയായിരുന്നു. അതിനാൽ സാധാരണക്കാർക്ക് ഇത് വലിയ അനുഗ്രഹമായി മാറി. എന്നാൽ കാലം മാറിയതോടെ ആളുകളുടെ താല്പര്യങ്ങളും മാറി തുടങ്ങി. പുതിയ തലമുറയ്ക്ക് പഴയ സ്കൂട്ടറുകളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കൂടുതൽ സ്റ്റൈലിഷ് ആയ വാഹനങ്ങൾ വേണമെന്നായി. വേഗതയേറിയ മോട്ടോർ സൈക്കിളുകളോട് അവർക്ക് ഭ്രമം തുടങ്ങി. തങ്ങളുടെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ ബൈക്കുകൾ അവർ ആഗ്രഹിച്ചു. ആളുകളുടെ ഈ മാറ്റം ജാപ്പനീസ് കമ്പനിയായ ഹോണ്ട കൃത്യമായി മനസ്സിലാക്കി. 1984 ഹോണ്ട ഇന്ത്യൻ കമ്പനിയായ ഹീറോയുമായി കൈകോർത്തു. അങ്ങനെ ഹീറോ ഹോണ്ട എന്ന വലിയ ബ്രാൻഡ് പിറന്നു. ഹീറോ കമ്പനിക്ക് വാഹനങ്ങൾ വിൽക്കാനും നിർമ്മിക്കാനുമുള്ള വലിയ കഴിവുണ്ടായിരുന്നു. ഹോണ്ടയ്ക്ക് മികച്ച ജാപ്പനീസ് സാങ്കേതിക വിദ്യയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് നിരവധി മികച്ച ബൈക്കുകൾ വിപണിയിൽ ഇറക്കി. ഇതോടെ ഇന്ത്യയിലെ ഇടത്തരം കുടുംബങ്ങൾ ബൈക്കുകളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ബൈക്കുകൾക്ക് പ്രിയം കൂടിയതോടെ സ്കൂട്ടറുകളുടെ വിൽപ്പന കുറയാൻ തുടങ്ങി. ബജാജ് ചേതക് അപ്പോഴും വിപണിയിൽ ജനപ്രിയമായിരുന്നു. എന്നാൽ അതിന് അക്കാലത്ത് ചില വലിയ പോരായ്മകൾ ഉണ്ടായിരുന്നു. പൂർണ്ണമായും പുരുഷന്മാരെ ലക്ഷ്യം വെച്ചാണ് ചേതക് അന്ന് നിർമ്മിച്ചിരുന്നത്. അതിൽ ഗിയറുകൾ കൈകൊണ്ടാണ് മാറ്റേണ്ടിയിരുന്നത്. ഇതോടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഹാൻഡിലിൽ എപ്പോഴും നല്ല കരുത്ത് പ്രയോഗിക്കണമായിരുന്നു. കൂടാതെ വണ്ടിയുടെ ബാലൻസ് നിലനിർത്താനും വളരെ പ്രയാസമായിരുന്നു. അതിനാൽ സ്ത്രീകൾക്ക് ഇത് ഓടിക്കാൻ ഒട്ടും കഴിയുമായിരുന്നില്ല. സ്ത്രീകൾക്ക് സ്വന്തമായി വിശ്വാസത്തോടെ ഓടിക്കാൻ പറ്റിയ ഒരു വാഹനം അന്ന് വിപണിയിലില്ലായിരുന്നു. ഈ വലിയ കുറവ് ഹോണ്ട കമ്പനി ശ്രദ്ധിച്ചു. വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ത്യയിലുണ്ടെന്ന് അവർ മനസ്സിലാക്കി. സ്ത്രീകൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ലളിതമായ ഒരു വാഹനം നിർമ്മിക്കാൻ ഹോണ്ട തീരുമാനിച്ചു. ഭാരം കുറഞ്ഞതും സ്റ്റൈലിഷ് ആയതുമായ ഒരു സ്കൂട്ടർ ഇറക്കിയാൽ വിപണി പിടിക്കാമെന്ന് അവർ വിശ്വസിച്ചു. ഈ ലക്ഷ്യത്തോടെ 1984 ഹോണ്ട മറ്റൊരു വലിയ നീക്കം നടത്തി. ഇന്ത്യയിലെ കൈനറ്റിക് ഗ്രൂപ്പുമായി അവർ പുതിയ പങ്കാളിത്തം ഉണ്ടാക്കി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഗിയർ ഇല്ലാത്ത സ്കൂട്ടർ പിറന്നു. കൈനറ്റിക് DX എന്നായിരുന്നു ആ വാഹനത്തിന്റെ പേര്. ഇത് സാധാരണ ഒരു സ്കൂട്ടർ ആയിരുന്നില്ല. ഇതിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു. ഗിയർ മാറ്റുന്നതിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇതിലില്ലായിരുന്നു. ക്ലച്ച് പിടിക്കേണ്ട ആവശ്യവുമില്ല. സീറ്റിൽ സുഖമായി ഇരുന്ന് ആക്സിലറേറ്റർ തിരിച്ചാൽ മാത്രം മതിയായിരുന്നു. വാഹനം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമായിരുന്നു. ഭാരം കുറഞ്ഞ ബോഡിയും മികച്ച ഹാൻഡിലിംഗും ഇതിന്റെ വലിയ പ്രത്യേകതകളായിരുന്നു. വളരെ സ്റ്റൈലിഷായ ഒരു രൂപവും ഇതിന് കമ്പനി നൽകിയിരുന്നു. ഇത് കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആയിരുന്നു. ഇതു കാരണം കോളേജ് വിദ്യാർത്ഥിനികളും വീട്ടമ്മമാരും ജോലിക്കാരായ സ്ത്രീകളും ഈ വാഹനം സ്വന്തമാക്കി. കൈനറ്റിക്കിന്റെ വിജയം കണ്ടപ്പോൾ മറ്റ് കമ്പനികളും ഈ രംഗത്തേക്ക് വന്നു. 1994 TVS കമ്പനി തങ്ങളുടെ സ്കൂട്ടി പുറത്തിറക്കി. കോളേജിൽ പോകുന്ന പെൺകുട്ടികളെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. വളരെ വേഗം തന്നെ സ്കൂട്ടി വലിയ വിജയമായി മാറി. കൈനറ്റിക് DXനേക്കാൾ ഭാരം കുറഞ്ഞ വാഹനമായിരുന്നു ഇത്. പെൺകുട്ടികളുടെ യാത്ര കൂടുതൽ സുഖകരമാക്കാൻ ഇത് സഹായിച്ചു. എന്നാൽ ഈ വാഹനത്തിന് ഒരു വലിയ പോരായ്മയുണ്ടായിരുന്നു. റഫ്യൂസിന് ഇതൊട്ടും അനുയോജ്യമായിരുന്നില്ല. ഇതിന്റെ എഞ്ചിൻ വളരെ ചെറുതായിരുന്നു. വെറും 74.6 cc എഞ്ചിൻ മാത്രമാണ് ഇതിലുണ്ടായിരുന്നത്. ഭാരമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനോ ദീർഘദൂര യാത്രകൾക്കോ ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ വാഹനം കേടാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി നിരവധി സ്കൂട്ടറുകൾ ഇറങ്ങിയെങ്കിലും അവയൊന്നും പൂർണ്ണമായി എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയില്ല. ഇവയെല്ലാം വിപണിയിൽ ഒരു പുതിയ തെറ്റിദ്ധാരണയുണ്ടാക്കി. ഗിയർ ഇല്ലാത്ത സ്കൂട്ടറുകൾ സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാണ് എന്ന ചിന്ത ജനങ്ങളിലുണ്ടായി. അതുകൊണ്ട് പുരുഷന്മാർ ഇത്തരം സ്കൂട്ടറുകളിൽ നിന്നും അകലാൻ തുടങ്ങി. പുരുഷന്മാർക്ക് ഓടിക്കാൻ പറ്റിയ കരുത്തുള്ള പുതിയ സ്കൂട്ടറുകൾ വിപണിയിലില്ലായിരുന്നു. അപ്പോഴേക്കും ബജാജ് ചേതക് വളരെ പഴയൊരു മോഡലായി മാറിക്കഴിഞ്ഞിരുന്നു. അതിന്റെ ഡിസൈൻ ആളുകൾക്ക് മടുത്തു തുടങ്ങിയിരുന്നു. പുതിയ യാതൊരു ഫീച്ചറുകളും അതിലന്ന് ഉണ്ടായിരുന്നില്ല. അതിനാൽ ചെറുപ്പക്കാർ ആരും അത്തരം സ്കൂട്ടറുകൾ വാങ്ങാൻ തയ്യാറായില്ല. 1998 വാഹന വിപണിയിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. കൈനറ്റിക് കമ്പനിയുമായുള്ള പങ്കാളിത്തം ഹോണ്ട ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ഹോണ്ട പിന്മാറിയതോടെ അവരുടെ ലോകോത്തര ജാപ്പനീസ് സാങ്കേതിക വിദ്യയും കൈനറ്റിക്കിന് നഷ്ടമായി.
ഇത് കൈനറ്റിക് സ്കൂട്ടറുകളുടെ ഗുണനിലവാരത്തെ സാരമായി ബാധിച്ചു. വണ്ടികൾക്ക് അടിക്കടി കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങി. വാഹനത്തിന്റെ മൈലേജ് വളരെ കുറഞ്ഞു. സ്പെയർ പാർട്സുകൾ കിട്ടാനും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി. കൈനറ്റിക് തങ്ങളുടെ സാങ്കേതിക വിദ്യ കാലത്തിനനുസരിച്ച് മാറ്റിയില്ല. ശരിയായ രീതിയിലുള്ള പരസ്യങ്ങളോ മാർക്കറ്റിംഗോ അവർ ഒരിക്കലും നൽകിയില്ല. ഇത് കാരണം കൈനറ്റിക്കിന്റെ വിപണിയിലെ സ്ഥാനം പതുക്കെ ഇല്ലാതായി. വിപണിയിൽ നിന്നും അവർ പൂർണ്ണമായും അപ്രത്യക്ഷരാകുന്ന അവസ്ഥ വന്നു. ഇതോടെ സ്കൂട്ടർ വിപണിയിൽ വീണ്ടും വലിയൊരു വിടവുണ്ടായി. അതേസമയം ഹീറോ ഹോണ്ട ബൈക്കുകൾ വലിയ വിജയമായി കുതിക്കുകയായിരുന്നു. CD100, സ്പ്ലെൻഡർ, സ്ലീക്ക് തുടങ്ങിയ ബൈക്കുകൾ രാജ്യം മുഴുവൻ തരംഗമായി മാറി. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ വാഹന ബ്രാൻഡായി ഹീറോ ഹോണ്ട വളർന്നു. എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഹീറോ ഹോണ്ടയുടെ പോസ്റ്ററുകൾ നിറഞ്ഞു. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ബൈക്കായി സ്പ്ലെൻഡർ മാറി. എന്നാൽ ഹോണ്ട കമ്പനിക്ക് ഇത് മാത്രം പോരായിരുന്നു. മറ്റൊരാളുടെ കീഴിൽ മാത്രം പ്രവർത്തിക്കാൻ ആഗോള ബ്രാൻഡായ ഹോണ്ടയ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. സ്വന്തം പേരിൽ പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ തുടങ്ങാൻ അവർ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ 1999 അവർ സ്വന്തമായി പുതിയ കമ്പനി തുടങ്ങി. ഹോണ്ട മോട്ടോർസൈക്കിൾ ആൻഡ് സ്കൂട്ടേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു ആ പുതിയ കമ്പനിയുടെ പേര്. 2000 ആണ്ടിലെ വാഹന വിപണി വളരെ ശ്രദ്ധേയമായിരുന്നു. ഒരു വശത്ത് ബജാജ് പൾസർ പോലുള്ള കരുത്തുറ്റ ബൈക്കുകൾ തരംഗം സൃഷ്ടിച്ചു. വിപണിയുടെ 80% ഇത്തരം മോട്ടോർ സൈക്കിളുകളുടെ കയ്യിലായിരുന്നു. മറുവശത്ത് ഗിയർ ഇല്ലാത്ത സ്കൂട്ടറുകൾക്ക് വലിയ പ്രാധാന്യം കിട്ടിയിരുന്നില്ല. അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ള വാഹനം മാത്രമായി അന്ന് ഒതുങ്ങി നിന്നു. ഈ സാഹചര്യത്തിലാണ് ഹോണ്ട വലിയൊരു പദ്ധതി തയ്യാറാക്കിയത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാഹനം നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. ദിവസേനയുള്ള ആവശ്യങ്ങൾക്ക് അനുയോജ്യവും സ്റ്റൈലിഷുമായ ഒരു സ്കൂട്ടർ അവർ നിർമ്മിച്ചു. അങ്ങനെ 2001 ഹോണ്ട തങ്ങളുടെ ഗിയർ ഇല്ലാത്ത സ്കൂട്ടർ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. അതിനവർ ഹോണ്ട ആക്ടിവ എന്ന് പേരിട്ടു. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ അനുയോജ്യമായിരുന്നു. ഏവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മികച്ച വാഹനമായി ആക്ടിവ മാറി. ആക്ടിവ പുറത്തിറങ്ങിയ സമയത്ത് ആളുകൾ കൂടുതലും ബൈക്കുകളാണ് വാങ്ങിയിരുന്നത്. സ്കൂട്ടറുകളുടെ കാലം കഴിഞ്ഞു എന്ന് എല്ലാവരും ഉറപ്പിച്ചു കരുതി. എന്നാൽ ഹോണ്ട തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. ആക്ടിവയുമായി അവർ തനിച്ചുള്ള ഒരു വലിയ പോരാട്ടം തുടങ്ങി. അവർക്കന്ന് ഹീറോയെ പോലെ വലിയൊരു പങ്കാളി ഉണ്ടായിരുന്നില്ല. രാജ്യമെമ്പാടും വലിയ ഷോറൂമുകളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. മെക്കാനിക്കുകളുടെ വലിയ പിന്തുണയോ വലിയ പരസ്യങ്ങളോ അവർക്കില്ലായിരുന്നു. ആക്ടിവയുടെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. ആദ്യ വർഷം വെറും 50,000 യൂണിറ്റുകൾ മാത്രമാണ് വിറ്റുപോയത്. കേൾക്കുമ്പോൾ ഇതൊരു വലിയ സംഖ്യയാണെന്ന് തോന്നും. എന്നാൽ കമ്പനിയുടെ പ്രതീക്ഷകളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവായിരുന്നു. ഗിയർ ഇല്ലാത്ത സ്കൂട്ടറുകളെക്കുറിച്ച് ആളുകൾക്കന്ന് സംശയങ്ങൾ വളരെ കൂടുതലായിരുന്നു. ഇവ വേഗം കേടാകുമെന്നും അറ്റകുറ്റപ്പണികൾക്ക് കൂടുതൽ പണം വേണ്ടി വരുമെന്നും ആളുകൾ കരുതി. വാഹനത്തിന് കരുത്ത് കുറവായിരിക്കുമെന്നും പലരും ഉറപ്പിച്ചു വിശ്വസിച്ചു. എന്നാൽ ആളുകളുടെ ഈ തെറ്റിദ്ധാരണ മാറ്റാൻ ആക്ടിവയ്ക്ക് കഴിഞ്ഞു. ആദ്യം സംശയിച്ചു നിന്നവർ പിന്നീട് വാഹനം ഓടിച്ചു നോക്കി. അതിലെ വലിയ യാത്രാസുഖം ഏവരുടെയും മനം കവർന്നു. വാഹനം ഓടിക്കാനുള്ള എളുപ്പം ആളുകളെ വല്ലാതെ ആകർഷിച്ചു. അങ്ങനെ പതുക്കെ ആക്ടിവ ഇന്ത്യക്കാരുടെ വിശ്വാസം പൂർണ്ണമായും പിടിച്ചുപറ്റി. എല്ലാ വീടുകളുടെയും ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വാഹനമായി ഇത് മാറി. ആളുകളുടെ വിശ്വാസം കൂടിയതോടെ ആക്ടിവയുടെ വിൽപ്പനയും വലിയ തോതിൽ വർദ്ധിക്കാൻ തുടങ്ങി. 2001 55,000 മാത്രം വിറ്റ സ്ഥാനത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. 2015 ആയപ്പോഴേക്കും 1 കോടി ആക്ടീവകൾ ഇന്ത്യയിൽ വിറ്റുപോയി. ഇതൊരു വെറും സംഖ്യ മാത്രമായിരുന്നില്ല. സ്കൂട്ടർ വിപണിയിൽ ആക്ടിവ ഉണ്ടാക്കിയ വലിയ വിപ്ലവത്തിന്റെ തെളിവായിരുന്നു ഇത്. സ്കൂട്ടറുകളുടെ കാലം കഴിഞ്ഞിട്ടില്ല എന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മുൻപത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ സ്കൂട്ടറുകൾക്കുണ്ടെന്ന് ആക്ടിവ തെളിയിച്ചു. അവിടെ നിന്നും ആക്ടിവയുടെ വലിയ കുതിപ്പ് ഒരിക്കലും നിന്നിട്ടില്ല. ചെറിയ ഗ്രാമങ്ങൾ മുതൽ വലിയ നഗരങ്ങൾ വരെ എവിടെയും ആക്ടിവ നിറഞ്ഞു. 2023 അത് 22 വർഷത്തെ ചരിത്രം പൂർത്തിയാക്കി. അപ്പോഴേക്കും 3 കോടി വാഹനങ്ങൾ വിറ്റ് ആക്ടിവ വലിയ റെക്കോർഡ് സൃഷ്ടിച്ചു. ഇരുചക്ര വാഹന വിപണിയിൽ ഇത്രയും വലിയൊരു വളർച്ച വളരെ അപൂർവമാണ്. അതും വിപണിയിൽ വലിയ മത്സരങ്ങളുള്ള ഒരു കാലത്താണ് ഇത് സംഭവിച്ചത്. യാതൊരു കഷ്ടപ്പാടുമില്ലാതെ വെറുതെ കിട്ടിയ ഒരു വിജയമായിരുന്നില്ല ഇത്. വർഷങ്ങളോളം ഹോണ്ട നടത്തിയ വലിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണിത്. ആളുകളുടെ ആവശ്യങ്ങൾ കൃത്യമായി പഠിച്ച് പ്രവർത്തിച്ചതാണ് ഈ വിജയത്തിന് കാരണം. ആക്ടിവയുടെ രൂപം ഹോണ്ട വളരെ ബുദ്ധിപൂർവമാണ് തയ്യാറാക്കിയത്. കണ്ടാൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പേടി തോന്നുന്ന വലിയ രൂപം അതിന് നൽകിയില്ല. അതേസമയം ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള വണ്ടിയാണ് എന്ന് പുരുഷന്മാർക്ക് തോന്നാത്ത രീതിയിലാണ് ഇത് നിർമ്മിച്ചത്. ലളിതവും എന്നാൽ കരുത്തുറ്റതുമായ ഒരു ഡിസൈൻ ആക്ടിവയ്ക്ക് നൽകി. അതുകൊണ്ടാണ് ഇതിലെ ഉപഭോക്താക്കളിൽ 33% സ്ത്രീകളും 66% പുരുഷന്മാരുമായത്. പ്രായമോ ലിംഗമോ ഇതിനൊരു തടസ്സമായില്ല. ഒരു സ്കൂട്ടർ എന്നതിലുപരി ഇന്ത്യക്കാരുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള ഒരു വലിയ മറുപടിയായിരുന്നു ആക്ടിവ. ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ആവശ്യം മികച്ച മൈലേജ് ആയിരുന്നു. ഇതിൽ ഹോണ്ട പൂർണ്ണമായും വിജയിച്ചു. 60 കിലോമീറ്റർ വരെ മികച്ച മൈലേജ് നൽകാൻ ആക്ടിവയ്ക്ക് കഴിഞ്ഞു. അക്കാലത്ത് മറ്റ് സ്കൂട്ടറുകൾക്ക് പരമാവധി 40 കിലോമീറ്റർ മൈലേജ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പെട്രോളിന്റെ ഓരോ തുള്ളിക്കും വലിയ വിലയുള്ള ഇന്ത്യയിൽ ഈ മൈലേജ് വലിയൊരു അനുഗ്രഹമായിരുന്നു. മൈലേജ് മാത്രമല്ല, വാഹനത്തിന്റെ എഞ്ചിൻ കരുത്തും വലിയ ഘടകമായിരുന്നു. 102 cc കരുത്തുള്ള എഞ്ചിനാണ് ഇതിൽ ഹോണ്ട ഉപയോഗിച്ചത്. മികച്ച പിക്കപ്പും വേഗതയും ചെറുപ്പക്കാർക്ക് വലിയ ആവേശമായി.
മുതിർന്നവർക്ക് ഇതിന്റെ ലളിതമായ ഉപയോഗവും വലിയ ബോഡിയും ഇഷ്ടമായി. മെറ്റൽ ബോഡിയാണ് ആക്ടിവയുടെ ഏറ്റവും വലിയ കരുത്ത്. കൈനറ്റിക്, TVS തുടങ്ങിയവ ഫൈബർ ബോഡി നൽകിയപ്പോൾ ഹോണ്ട മെറ്റൽ ഉപയോഗിച്ചു. യാതൊരു വലിയ കേടുപാടുകളും ഇല്ലാതെ 15 വർഷത്തിലധികം പലരും ഇത് ഉപയോഗിച്ചു. ചിലർ 1,00,000 കിലോമീറ്ററിലധികം യാതൊരു എഞ്ചിൻ പണിയും ഇല്ലാതെ ഈ വാഹനം ഓടിച്ചു. ഇത്രയും മികച്ച ഒരു വാഹനം കിട്ടിയപ്പോൾ ആളുകൾ ഹോണ്ടയെ പൂർണ്ണമായും വിശ്വസിച്ചു. ബജാജ് ചേതകിന് അന്നുണ്ടായിരുന്ന അതേ സ്ഥാനം ആക്ടിവ ഇന്ത്യയിൽ നേടിയെടുത്തു. വെറും ഭംഗിക്ക് മാത്രം പ്രാധാന്യം നൽകിയ കമ്പനികളിൽ നിന്നും ഹോണ്ട തികച്ചും വ്യത്യസ്തമായിരുന്നു. ആക്ടിവയുടെ വലിയ വിജയം കണ്ടപ്പോൾ ഹീറോ ഹോണ്ടയും ഈ രംഗത്തേക്ക് വന്നു. 2005 അവർ പ്ലഷർ എന്നൊരു പുതിയ സ്കൂട്ടർ ഇറക്കി. വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ എന്നായിരുന്നു അവരുടെ പുതിയ പരസ്യവാചകം. പെൺകുട്ടികളെ മാത്രം ആകർഷിക്കുന്ന നിറങ്ങളും പരസ്യങ്ങളും അവർ ഇതിനായി നൽകി. മികച്ച വാഹനമായിരുന്നു എങ്കിലും അത് പെൺകുട്ടികൾക്ക് മാത്രമായി ഒതുങ്ങി. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായി മാറാൻ അതിനൊട്ടും കഴിഞ്ഞില്ല. ഇത് ആക്ടിവയ്ക്ക് കൂടുതൽ ഗുണമാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം ആക്ടിവ മാത്രമാണെന്ന് ആളുകൾ അന്ന് മനസ്സിലാക്കി. ഇതിന് പിന്നാലെ ബജാജ് കമ്പനിയും വീണ്ടും സ്കൂട്ടർ രംഗത്തേക്ക് വന്നു. 2007 അവർ ബജാജ് ക്രിസ്റ്റൽ എന്ന പുതിയ സ്കൂട്ടർ വിപണിയിൽ ഇറക്കി. എന്നാൽ ആളുകളുടെ താല്പര്യം മനസ്സിലാക്കുന്നതിൽ അവർ വീണ്ടും പൂർണ്ണമായും പരാജയപ്പെട്ടു. ക്രിസ്റ്റലിന്റെ ബോഡി വളരെ ഭാരം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ടുള്ളതായിരുന്നു. റോഡിൽ വണ്ടിക്ക് നല്ല ബാലൻസ് കിട്ടിയിരുന്നില്ല. ഇതിന്റെ എഞ്ചിൻ വലിയ ശബ്ദം ഉണ്ടാക്കുന്നതായിരുന്നു. ഹോണ്ടയെ പോലെ മികച്ച ഒരു എഞ്ചിൻ നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതിനാൽ ജനങ്ങൾ ഈ വാഹനത്തെ പാടെ തള്ളിക്കളഞ്ഞു. വളരെ വേഗം തന്നെ ക്രിസ്റ്റൽ വിപണിയിൽ നിന്നും അപ്രത്യക്ഷമായി. ഇതോടെ ബജാജ് കമ്പനി ഗിയർ ഇല്ലാത്ത സ്കൂട്ടറുകളുടെ നിർമ്മാണം പൂർണ്ണമായും നിർത്തി. അവർ പൂർണ്ണമായും ബൈക്കുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതേസമയം ഹോണ്ട തങ്ങളുടെ ആക്ടിവയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. 2009 വലിയൊരു മാറ്റം ആക്ടിവയിൽ ഉണ്ടായി. എഞ്ചിന്റെ കരുത്ത് 110 cc ആയി അവർ ഉയർത്തി. ഇത് വാഹനത്തിന്റെ കരുത്ത് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ഈ പുതിയ മോഡൽ വലിയൊരു വിജയമായി വിപണിയിൽ മാറി. ഹോണ്ടയുടെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള സ്കൂട്ടറായി ഇത് മാറി. ഇന്നും എല്ലാ മാസവും 2 ലക്ഷത്തിലധികം 110 cc ആക്ടീവകൾ വിറ്റുപോകാറുണ്ട്. 2010 ഹോണ്ടയെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണഘട്ടമായിരുന്നു. ഹീറോയുമായുള്ള പങ്കാളിത്തം അവർ പൂർണ്ണമായും അവസാനിപ്പിച്ചു. ഹീറോ ഇല്ലാതെ ഹോണ്ട ഇന്ത്യയിൽ പരാജയപ്പെടുമെന്ന് പലരും ഉറപ്പിച്ചു കരുതി. എന്നാൽ സംഭവിച്ചത് തികച്ചും മറിച്ചായിരുന്നു. ഓരോ ദിവസവും പുതിയ ഷോറൂമുകൾ രാജ്യത്ത് തുറക്കാൻ ഹോണ്ട തീരുമാനിച്ചു. വെറും 4 വർഷം കൊണ്ട് ഷോറൂമുകളുടെ എണ്ണം 1200-ൽ നിന്ന് 7000 ഉയർന്നു. വലിയ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആക്ടിവ അതോടെ ചെറിയ ഗ്രാമങ്ങളിലും എത്തിത്തുടങ്ങി. ഏറ്റവും കൂടുതൽ വിൽപ്പനയുണ്ടായിരുന്ന ഹീറോ സ്പ്ലെൻഡർ ബൈക്കിനെ ആക്ടിവ വിൽപ്പനയിൽ പിന്നിലാക്കി. ഒരു സ്കൂട്ടർ ഒരു ബൈക്കിനെ വിൽപ്പനയിൽ തോൽപ്പിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അതും വർഷങ്ങളായി 1ാം സ്ഥാനത്ത് നിന്നിരുന്ന സ്പ്ലെൻഡറിനെ തോൽപ്പിച്ചത് വലിയൊരു വാർത്തയായി. ഒരു സ്കൂട്ടറിനും ഒരു ബൈക്കിന്റെ അതേ കരുത്തും വിശ്വാസ്യതയും ഉണ്ടെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു. ജനങ്ങളുടെ ചിന്താഗതിയിലുണ്ടായ വലിയൊരു മാറ്റമായിരുന്നു ഇത്. ഇതിനുശേഷം ഹോണ്ട ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2015 മുതൽ 2019 വരെയുള്ള കാലത്ത് പുതിയ മോഡലുകൾ വിപണിയിൽ വന്നു. ആക്ടിവ 3G, 4G, 5G തുടങ്ങിയ മികച്ച മോഡലുകൾ ഇറങ്ങി. ഓരോ മോഡലിലും മികച്ച മൈലേജും പുതിയ ഡിസൈനും ഹോണ്ട നൽകി. സീറ്റിനടിയിൽ കൂടുതൽ സ്ഥലം, മികച്ച സസ്പെൻഷൻ എന്നിവ പുതിയതായി നൽകി. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കി. ദിവസേനയുള്ള യാത്രകൾക്ക് ഇത് കൂടുതൽ സൗകര്യപ്രദമായി മാറി. 2020 രാജ്യത്ത് പുതിയ BS6 നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. വാഹനങ്ങൾ പുറത്തുവിടുന്ന പുക കുറയ്ക്കണം എന്നതായിരുന്നു പുതിയ കർശന നിയമം. പല കമ്പനികളും ഈ മാറ്റം ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടി. എന്നാൽ ഹോണ്ട ഇതിനെ വലിയൊരു അവസരമായി കണ്ടു. ആക്ടിവ 6Gയിൽ പുതിയ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സംവിധാനം അവർ നൽകി. സെൻസറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ ആയിരുന്നു ഇത്. എഞ്ചിന് കൃത്യമായ അളവിൽ ഇന്ധനവും വായുവും നൽകാൻ ഇത് സഹായിച്ചു. ഇത് കാരണം യാത്രാസുഖം വർദ്ധിക്കുകയും പുക പുറത്തുവിടുന്നത് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു. ഇത് ഉപഭോക്താക്കൾക്കും പരിസ്ഥിതിക്കും ഒരുപോലെ ഗുണകരമായി മാറി. ഈ മികച്ച ഗുണനിലവാരം കാരണം ആക്ടിവയുടെ പ്രിയം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയില്ല. ഇന്ത്യയിൽ നിന്നും ആക്ടിവ വിദേശ രാജ്യങ്ങളിലേക്ക് ഹോണ്ട കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. ഇത് വാഹനത്തിന്റെ ആഗോള വില വർദ്ധിപ്പിച്ചു. ഇന്ത്യയെ ഒരു മികച്ച നിർമ്മാണ കേന്ദ്രമായി ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ഇതിലൂടെ സാധിച്ചു. കേവലം ഒരു കമ്പനിയുടെ വിജയകഥ എന്നതിൽ നിന്നും ഇന്ത്യയുടെ വലിയ വളർച്ചയുടെ ഭാഗമായി ആക്ടിവ മാറി. ഇന്നും സ്കൂട്ടർ വിപണിയിൽ ആക്ടിവയുടെ സ്ഥാനം വളരെ വലുതാണ്. 2024 22 ലക്ഷത്തിലധികം യൂണിറ്റുകൾ ഇന്ത്യയിൽ വിറ്റുപോയി. മറ്റ് 5 മുൻനിര സ്കൂട്ടറുകളുടെ ആകെ വിൽപ്പനയ്ക്ക് തുല്യമാണിത്. 2025 ഈ സംഖ്യ 25 ലക്ഷം കടന്നു കഴിഞ്ഞു. വിപണിയുടെ 50% ഇന്നും ആക്ടിവയുടെ കയ്യിലാണുള്ളത്. വിൽപ്പനയുടെ കാര്യത്തിൽ മറ്റെല്ലാ വാഹനങ്ങളെക്കാളും ഏറെ മുന്നിലാണ് ആക്ടിവ ഇപ്പോൾ. ഉൽപ്പന്നം മികച്ചതാണെങ്കിൽ ഏത് സിമ്പിൾ വാഹനത്തിനും വലിയ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഹോണ്ട തെളിയിച്ചു. ഇനി വരാനിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ പുതിയ കാലമാണ്. അവിടെ ഹോണ്ട എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. എന്നാൽ എന്തുതന്നെ സംഭവിച്ചാലും ഇരുചക്ര വാഹനങ്ങളുടെ ചരിത്രത്തിൽ ഹോണ്ട ആക്ടിവ എക്കാലത്തും ഓർമ്മിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല.